നായിക 1,00,000 കൊടുത്ത് ഒരു പഴയ ചെയർ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഒരു ദിവസം നായകന്റെ കൈ മുറിഞ്ഞ് അതിലേക്ക് രക്തം വീഴുകയും ആ ചെയറിൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് പണം കൊടുത്തിട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. നായകൻ ആ പണത്തിന് അടിച്ചു പൊളിച്ചതിന് ശേഷം പിറ്റേ ദിവസവും അതേ ഭൂതത്തിന്റെ അടുത്ത് വന്ന് പണം ചോദിക്കുകയാണ്. ഇപ്രാവശ്യം ഒരു ചത്ത പൂച്ചയെ തന്നാൽ മാത്രമേ നിനക്ക് പണം തരുള്ളൂ എന്ന് ഭൂതം പറയുന്നു. നായകൻ ഉടനെ തന്നെ ഒരു പൂച്ചയെ വാങ്ങിച്ചിട്ട് അതിനെ കൊന്ന് ആ ഭൂതത്തിന് കൊടുക്കുന്നു. നായകനും നായികയും കൂടി ആ പണം അടിച്ചു പൊളിച്ച് തീർക്കുന്നു. ഒരു ദിവസം നായകൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്നും 1 കോടി രൂപ നഷ്ടപ്പെടുന്നു. അത് എടുത്തത് നായകനാണെന്ന് ഓഫീസിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നു. പണം തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നായകനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറയുന്നു. നായകൻ ഉടനെ തന്നെ 1 കോടി രൂപ ഭൂതത്തിന്റെ അടുത്ത് ചോദിക്കുന്നു. ഭൂതം പക്ഷേ ഇപ്പോൾ വയ്ക്കുന്ന ഡിമാൻഡ് വേറൊന്നായിരുന്നു. നായികയെ ബലി കൊടുത്തു കഴിഞ്ഞാൽ 1 കോടിയല്ല 5 കോടി രൂപ കൊടുക്കാമെന്ന് ഭൂതം പറയുന്നു. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം നായകൻ പറയുന്നു, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന പെണ്ണാണ്, അവളെ ഒരിക്കലും ബലി തരാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് നായകൻ മരിച്ചതായി പത്രത്തിൽ വാർത്ത വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ ഭൂതത്തിന്റെ അടുത്ത് നിന്ന് പണം വാങ്ങിച്ചതുപോലെ തന്നെ നായികയും ഭൂതത്തിന്റെ അടുത്ത് നിന്ന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിരുന്നു. നായികയുടെ അടുത്തും ഭൂതം പറയുന്നു നായകനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ 5 കോടി രൂപ കൊടുക്കാമെന്ന്. പിന്നെ എന്താണ് നടന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ.